പുതിയ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ആൻഡ്രോസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങാണ് ഗൈസ്. നോക്കൂ, ഉറക്കത്തിലൊരു സ്മൈലും. ഗൈസ് ഉറങ്ങാൻ കാണാൻ വേണ്ടി അവൾ തിരിഞ്ഞു, തലമുട്ടി, കുട്ടി മിണ്ടുന്നില്ല ഗൈസ്. ആൻഡ്രോസ് എണിക്കൂ ഗൈസ്, എനിക്ക് ആൻഡ്രോസ്. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ? അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അമ്മയുടെ വക പായസം. എന്ത് പായസം അമ്മ? എന്നിട്ട് ചവ്വരി അതെന്ത് സാധനം? അവൾക്കും വലിയ പേടിയൊന്നുമില്ല. ചവ്വരി കൊണ്ട് പായസം ഉണ്ടാക്കി കഴിയണം ഗായ്സ്. ആർമോസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വേണ്ട, നാറ്റിച്ചു അമ്മേനെ നാറ്റിച്ചു. വീഡിയോ കൂടെ നാറ്റിച്ചു അമ്മേനെ. മതിയായി ഇത്ര മാസം 3/4 ഗ്ലാസ്സൊക്കെ കഴിച്ചിട്ടുണ്ട് ആള്. എന്നിട്ടാണ് ഇപ്പൊ പറയണ ആള് മതിയെന്ന്. ആൻഡ്രോസ് പുഴ കുടിച്ചാ? അവള് പറഞ്ഞില്ല പുഴ കുടിച്ചു. അവളും പുഴ കുടിച്ചു. ആൻഡ്രോസിനെ ചേട്ടൻ മുടി ഈരി കൊടുക്കാണ് ഗൈസ്, കൈ കൊണ്ട്. വേദന എടുത്തിട്ട് നീ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയരുതിട്ടാ. തുടങ്ങി ഗൈസ്, ആരംഭിച്ചിട്ടുണ്ട്, തല്ലൂട്ടം ആരംഭിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ വിളിച്ചിരിക്കലാണ് അവരുടെ സ്ഥിരം പരിപാടി. തലോണ വെച്ച് ക്ലാസ് തട്ടുകൾ തന്നെ കേട്ടോ. കാലുകൊണ്ട് ഇപ്പോൾ വീണാന്. വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ വിളിച്ചിരിക്കും. ആൻഡ്രോസ് വിശേഷം പറയൂ, സ്കൂളിലത്തെ വിശേഷം പറയൂ. ആൻഡ്രോസിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇന്ന് കാലത്ത് എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ? എന്തൊക്കെ പറഞ്ഞിരുന്നേ? ഹെൽമെറ്റ് മേടിക്കണം, ഡ്രസ് മേടിക്കണം, ലേസ് മേടിക്കണം, മരുന്ന് മേടിക്കണം. ഇന്നലെ ആർണോസിന് ഫൈൻ വന്നതോടുകൂടി ആൻഡ്രോസിന് ഹെൽമെറ്റ് മേടിക്കണം എന്നാണ് പറയണത്. ഹെൽമെറ്റ് വെച്ചിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അത് കാരണം ഹെൽമെറ്റ് നിർബന്ധമായിട്ട് മേടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കാശ് കൊടുക്കേണ്ട, ആ കാശ് കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ഹെൽമെറ്റ് മേടിക്കണം എന്നാണ് അവർ പറയണത്. അതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. ആർണോസ് പറഞ്ഞ ഹെൽമെറ്റ് ഒന്നും വേണ്ട, ഞാൻ വീട്ടിലിരുന്നോളാന്ന്. ആൻഡ്രോസിനാണ് ഹെൽമെറ്റിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നത് ഗൈസ്. ആൻഡ്രോസിന് ഇത്ര ബുദ്ധിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല ഗൈസ്. പിന്നെ ഇവിടെ ആൻഡ്രോസ് എന്ത് സാധനങ്ങളും കഴിക്കണമെങ്കിൽ വിറ്റാമിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഗൈസ്, അപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങും. പക്ഷെ കയ്പക്കായ ഞാൻ കഴിക്കില്ല കേട്ടോ ഗൈസ്. അല്ല ആൻഡ്രോസ്, കയ്പക്കായ കഴിക്കില്ല, ബാക്കിയുള്ളതൊക്കെ ഒരു വിധം കഴിക്കുക. എന്നാലും ഒരു വിധമൊക്കെ നമ്മളെ ആൻഡ്രോസ് കഴിച്ചു തുടങ്ങിയിരുന്നു ഗൈസ്. അമ്മ അതാ പണി കൊടുത്തോണ്ടിരിക്കുന്നു. അമ്മ അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ ഗൈസ്, പണിയെടുക്കുന്ന വീഡിയോ എടുത്ത് കാണിക്കണമെന്ന്. അല്ലെങ്കിൽ അമ്മ എന്തോ ഒന്നും ചെയ്യാത്ത പോലെ തോന്നുന്നു. അമ്മ തലയിൽ ചെമ്പരത്തി താളി ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടില്ല ഗൈസ്? കുറെ സീക്രട്ടുകളുണ്ട്, നിങ്ങൾക്കൊന്നും പറഞ്ഞു തരില്ല ഗൈസ്. മുടി കൊഴിഞ്ഞു പോകണ്ട വെച്ചിട്ടാ. അമ്മയ്ക്ക് നല്ല കൊഴിച്ചിലാണ്. ഇനി ആരെങ്കിലും അത് തേച്ച് കൊഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിട്ട് വരണ്ട വെച്ചിട്ടാണ് അത് പറയാത്ത ഗൈസ്. ഇനി എങ്ങാനും മുടി വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അഭിമാനത്തോടെ. പനംകൊല പോലെയാണെങ്കിൽ ഒരു പനംകൊല വെട്ടിക്കെട്ടുന്നത് വരും. പിന്നെ ആർണോസ് ഇന്നലെ ഒരു കോമഡി പറഞ്ഞു ഗൈസ്. എന്തായിരുന്നു ആ കോമഡി? നീ എന്തായിരുന്നില്ല കോമഡി പറയുമ്പോ? ആർണോസ് വന്നടാ പറഞ്ഞ കോമഡി. ഇന്നലെ ആർണോസ് അമ്മമ്മയുടെ റൂമിലേക്ക് ഫോൺ കാണാൻ പോയി ഗൈസ്. ഇന്നലെ ആർണോസ് അമ്മമ്മയുടെ റൂമിലേക്ക് ഫോൺ കാണാൻ പോയി. അപ്പൊ അമ്മാമ്മയുടെ കൈമ തല വെച്ചിട്ടാണ് ഫോൺ കണ്ടത്. അപ്പൊ അമ്മാമ്മ ചോദിച്ചു, എന്തോന്ന്, എന്താടാ നിന്റെ കൈക്ക് ഇത്ര നിന്റെ തലക്ക് ഇത്ര ഭാരന്ന്. അപ്പൊ പറഞ്ഞേ പഠിച്ചിട്ട് ബുദ്ധി കൂടിയ കാരനാണ് തലവേദന. തലക്ക് ഇത്ര ഭാരം. കോമഡി പറഞ്ഞപ്പോൾ ട്രാജഡി ആയിപ്പോ. അതിൻ്റെ ഇടയിൽ കാലെടുക്കണം, സ്റ്റൂള് നിൽക്കണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ തെറ്റിപ്പോയില്ലേ? എന്താ ചെയ്യാ? ശ്രദ്ധ കളയാൻ വേണ്ടിയിട്ട് കണ്ട കേറി നടക്കലാണ് ഇപ്പൊ പരിപാടി. അമ്മ തുടക്കണ കാരണം നിലത്തോടെ നടന്നു കഴിഞ്ഞാൽ ചീത്ത പറയാം. അത് കാരണം ആള് നടപ്പാൻ സെറ്റിക്കോട്ടേക്ക് എളുപ്പമായില്ലേ? ആ സെറ്റിയുടെ പണി തീർക്കാണ് ഗൈസ്. ആൻഡ്രോസിൻ്റെ ഉറക്കം ഒന്ന് പോയിട്ടുണ്ട്. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൻഡ്രോസ് കുറച്ച് എനിക്കിരിക്കാൻ വെച്ചു. അല്ല ആൻഡ്രോസ്?
ആറിനോസിന് ആ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇനി എത്ര എക്സാം ഉണ്ട്? 2 എക്സാം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരെ എക്സാം, വെള്ളിയാഴ്ച സെലിബ്രേഷൻ. വെള്ളിയാഴ്ച സെലിബ്രേഷനാണ്. ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാവും, ചിലപ്പോഴുണ്ടാവുള്ളൂ അവിടെ. ഒരു ഉറപ്പില്ല. കഴിഞ്ഞ ആഴ്ച സ്കൂളിൻ്റെ ഉദ്ഘാടനമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇനി ചിക്കൻ ബിരിയാണി കിട്ടുമെന്നറിയില്ല. ആൻഡ്രോസ് ആ വിഷമത്തിലിരിക്കുകയാണ് ഗൈസ്. ഇനി ചിക്കൻ ബിരിയാണി കിട്ടുമോ ഇല്ല എന്നുള്ള വിഷമത്തിൽ ആൻഡ്രോസ് മുടി കെട്ടാന്ന് ആ വിഷമത്തിൽ കിടക്കുന്നു. പിന്നെ ആൻഡ്രോസിനുണ്ടല്ലോ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ പറയണ ഹെയർ സ്റ്റൈല് കെട്ടണം. ഇന്ന് അതിനാർന്ന് തല്ലൂട്ടാം അല്ലേ ആൻഡ്രോസ്? അമ്മ കൊമ്പ് കെട്ടി കൊടുക്കും. ആൻഡ്രോസ് പറയാം അത് പറ്റില്ല എന്ന്. അമ്മാമ്മ ഇന്നലെ 2 കലണ്ടർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. 2025 കുഞ്ഞ് കലണ്ടർ ആൻഡ്രോസിനും കൊടുക്കുന്നുണ്ട്, ആർമോസിനും കൊടുക്കുന്നുണ്ട്. 2 കലണ്ടർ ഗൈസ്. ആ പേര് കറവറയാക്കി എൻ്റെ ശരിയായില്ലേ? അത് മതി. അപ്പോൾ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. കലണ്ടർ ഇനി തെറ്റിപ്പോയിട്ട് ഇനി തല്ലുകൂടണ്ട വെച്ചിട്ട്. പിന്നെ നമ്മുടെ ജോയ് പാപ്പൻ്റെ വീട്ടിൽ നിന്ന് ആൻഡ്രോസ് ഒരു ക്ലോക്ക് മോഷ്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. മോഷ്ടിച്ച് കൊടുന്നതെന്നല്ല, അവർ കൊടുത്തയച്ചാണ്. അപ്പോൾ അതിനകത്ത് സൂചി തിരിച്ചിട്ട് സമയം കറക്റ്റാക്കലാണ് അവളുടെ പരിപാടി. കറക്റ്റാക്കാനായിട്ട് അതിൽ ആകെ ഒരു സൂചി ഉള്ളോ? ഒരു സൂചിയല്ലേ ഉള്ളൂ അതിൽ. അപ്പോൾ ആൻഡ്രോസ് എന്ത് ചെയ്യുമ്പോഴും ക്ലോക്കിൽ സമയം കറക്റ്റാക്കിയിട്ടാണ് ചെയ്യുക അല്ല ആൻഡ്രോസ്? അങ്ങനെ ആൻഡ്രോസ് വളരെ സമയനിഷ്ഠുള്ള കുട്ടിയായി മാറി. 9-ലിടും 9-ലിട്ട് 8-ലിടും ക്ലോക്കിൽ. എന്തിനത്? എന്തിനാണ് ചെയ്യണത്? അവനറിയില്ല ഗൈസ് എന്തിനാ ചെയ്യണേന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ അമ്മ തുടച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി ഞങ്ങളുടെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ. ഇനി അറിഞ്ഞതിന് 2 സബ്ജക്റ്റ് എക്സാം ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബായ്.